ക്ലീറ്റോ ഒന്ന് ഇറങ്ങ് ക്ലീറ്റോ. ക്ലീറ്റോ എന്താടി വേഗം കടയിൽ പോയിട്ട് വരാൻ. ചുമ്മാ അങ്ങനെ ഇറങ്ങി പോകാൻ പറ്റുമോ? ഇച്ചിരി മുടിയൊക്കെ ചെയ്ത് പൗഡറൊക്കെ ഇടണ്ടേ? എന്തിന്? എന്തിന്? ഞാനേ ഒരു പൊതുപ്രവർത്തകനാണ്. കാശ് അതിന്റെ ഉള്ളിലുണ്ട്. അതിന്റെ അകത്തുണ്ട്, പോയിട്ട് വാ. 100 രൂപയ്ക്കാണ് ഇത്രയും വലിയ സഞ്ചി? അത് കട മുഴുവനും കിട്ടും. എന്താ മേടിക്കണ്ട? അത് ക്ലീറ്റോന് എന്തെങ്കിലുമൊക്കെ മേടിച്ചോ? എന്തേലും മേടിക്കാൻ? അല്ല, കുമ്പളങ്ങയും മത്തങ്ങയും. തൈരുണ്ടോ? തൈരില്ല. തൈര് ഒരു ഓവർ മേടിക്കാം. സംഭാരം കുടിക്കുന്നത് കുറേ ദിവസം കൊണ്ട് വിചാരിക്കാം. കുടിക്കാം. അപ്പൊ ക്ലീറ്റ പോവല്ലേ? ക്ലീറ്റ പോവല്ലേ? ഞാൻ പോവാണ്. ഇങ്ങനെ വിളിക്കുന്നതിനാണ്. സാധനങ്ങളെല്ലാം മറക്കാതെ വാങ്ങിക്കണേ. നിനക്ക് എന്തിന്റെ കുഴപ്പമാണ്? എന്ത്? അല്ല, ഞാൻ എന്തൊക്കെയാണ് മേടിക്കേണ്ടത് നീ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇങ്ങനെ വിളിക്കുന്നത് ഇനി ഞാൻ മറന്നു പോകുന്നാണെങ്കിൽ നീ ഒരു ലിസ്റ്റ് എഴുതി ഇതിനകത്ത് വെച്ചാ പോരെ? ഞാനേ അപ്പൊ എന്നാ ഇറങ്ങാട്ടോ. പൊന്നു മോളെ, ഞാൻ ഇറങ്ങുകയാണ്. ഇറങ്ങ്. ഞാനേ എന്തോ മറന്ന പോലെ. പോയിട്ട് വാ. എന്തിനിങ്ങനെ ഉറക്കം വിളിച്ചു പോവണേ? ഞാൻ പോവാൻ പോവല്ലേ? ഇങ്ങനെ ഉറക്കം വിളിക്കരുത്. പാട്ടൊക്കെ പാടാനുള്ളതാ. സൗണ്ട് നഷ്ടപ്പെടും കേട്ടാ. ഞാൻ പോയിട്ട് വരാം. എന്നാ പിന്നെ ഉറക്കൊരു ഉമ്മയും കൂടെ താടി. മട്ടുണ്ടോ? പാമ്പാണെന്ന് പിന്നെ പാമ്പ് കൊന്നു കഴിഞ്ഞാൽ പിന്നെ പക തീർക്കാൻ പോരാ. പോയി എങ്ങോട്ട്? അയ്യോ, അതിന്റെ ഉള്ളിലേക്ക് പോയതാ. എവിടെ പോയി? പിന്നെ 2 പാമ്പിട്ടത്. 2 പാമ്പ് ഇങ്ങനെ എണപണഞ്ഞ് കിടക്കായിരുന്നു അവിടെ. നീ എന്തിനാ പാമ്പിനെ ഓടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നേ? പാമ്പിനെ ഞാൻ ഓടിച്ചാലൊന്നും പാമ്പ് വന്നതല്ലേ. നിനക്ക് അങ്ങോട്ട് ഓടിച്ചു വിട്ടൂടെ? പാമ്പ് ഇങ്ങോട്ട് ഇറങ്ങി കയറിയതല്ലേന്ന്. നീ കമ്പ് കൊണ്ട് ഓടിച്ച പിന്നെ അത് ഇങ്ങോട്ടല്ലേ വരുള്ളൂ. നല്ല കാര്യം ഉണ്ടായിരുന്നു. മനുഷ്യര് എങ്ങനെ സമാധാനമായിട്ട് ഉറങ്ങണേ? മുട്ടൻ പാമ്പാണ്. ഒരെണ്ണം വലുത്, ഒരെണ്ണം ചെറുത്. വേറൊരു കാര്യമുണ്ട്. വലിയ സൈസ് ആണെങ്കിൽ ചേരയായിരിക്കും. പടം വരത്ത് നിൽക്കണ പാമ്പാണ്. ചേര പടം വരത്തു. ആ പണിക്കാരൻ എന്നോട് പറഞ്ഞതാ, ആ പറമ്പിലൊക്കെ പാമ്പിന്റെ മുട്ട വിരിഞ്ഞ് കിടപ്പുണ്ടെന്ന്. ഉറപ്പായിട്ടും പാമ്പുണ്ടാവും. അതവൻ ചുമ്മാ നമ്മളെ അതൊന്നുമല്ല. എന്നെ മുട്ടയുടെ കഷ്ണം കൊണ്ടുവന്ന് കാണിച്ച് ഇതേ സംശയം ഉണ്ടെങ്കിൽ നോക്കുന്നു പറഞ്ഞു. ക്ലീറ്റോ ചേട്ടൻ പോയി നോക്കിക്കാ, അവിടെ നിറച്ച് പാമ്പാ. അവിടെ പിന്നെ ഞാൻ പോയാലും തന്നെ അവിടെ 4-5 ദിവസം മെനക്കെട്ടിട്ടാണ് ഒരു പണിക്കാരനെ കിട്ടിയത്. അയാള് മര്യാദക്ക് അവിടെ പണി ചെയ്തോളൂ. ക്ലീറ്റസ്, നീ എന്ത് ഭാവത്തിനാണ് അയാളെ ഇങ്ങനെ തല്ലി പറഞ്ഞയച്ചത്? അവന്റെ കാര്യം നീ ഇപ്പൊ എന്തിനാണ് ചുമ്മാ പോയ പാമ്പിനെ ഓടിച്ച് ഇങ്ങോട്ട് കൊണ്ട് കയറ്റി? നമുക്ക് അയാൾ ഒന്നും കൂടി വിളിച്ചാലോ? പാമ്പിനെ ഇതാക്കാനായിട്ടേ. ഇനി വിളിക്കാനും ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഒന്നുകൂടെ വിളിക്കളി അയാളെ. ഒരെണ്ണം ഈ ഭാഗത്തേക്ക് അവിടെ അതിലുണ്ടെങ്കിൽ പാമ്പ് അതിൽ കുടഞ്ഞ് കയറി വരും. പുറത്ത് നിൽക്കണേ, ഇങ്ങോട്ട് ഇറങ്ങിക്കോ. ഇങ്ങോട്ട് ഇറങ്ങും. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുക. കുത്തണ്ടെന്ന് പറഞ്ഞത് പാമ്പ് എവിടെ നോക്കണ്ടേ? ഒരെണ്ണം വീട്ടിലേക്ക് കയറി പോയിട്ടുണ്ട്. ഒരെണ്ണം ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. അതെ അളിയാ, ഒരു കാര്യം ഞാൻ പറയാട്ടാ. ഞാൻ നേരം വിളിച്ചായി കഴിഞ്ഞാൽ ഞാൻ ഓഫീസിലേക്ക് ഞാനങ്ങ് പോകും. പിന്നെ കൊച്ചൊക്കെ കളിക്കണ സ്ഥലമാണിത്. മര്യാദക്ക് ഇവിടെ വൃത്തിയാക്കാൻ പറ്റുമെങ്കിൽ നീ വൃത്തിയായിക്കോ. പിന്നെ നീ ആയി നിന്റെ പാടാ, എന്നെ കൊണ്ടൊന്നും പറയരുത്. എന്താ ഇങ്ങ് വരുന്നത്? നീ ഇങ്ങ് വാ. അവനെ പണിക്കാരനെ ഒന്നുകൂടെ ഒന്ന് വിളിക്കാമോ? പണിക്കാരനെ വിളിക്കാൻ സൗകര്യമില്ലടോ. ഞാൻ 4-5 ദിവസം മെനക്കെട്ടല്ലേ പണിക്കാരനെ കിട്ടിയത്. പകുതി പൈസ ഞാൻ തരാം. നീ ഒരു പൈസയും തരണ്ട, എനിക്ക് വിളിക്കാൻ സൗകര്യമില്ല. ഞാൻ വേണേ മാപ്പ് പറയാം അവൻ്റെ അടുത്ത്. ഞാൻ മാപ്പ് പറയാളേ അവൻ്റെ അടുത്ത്. നീ ഒന്ന് വിളിക്കളിയാ. ഞാൻ നിന്നോട് എന്താ പറഞ്ഞത്? എന്റെ വീടും പരിസരം ഞാൻ വൃത്തിയാക്കിക്കോളാം. നിന്റെ വീടും പരിസരം നിനക്ക് വൃത്തിയാക്കാൻ പറ്റുമെങ്കിൽ നീ വൃത്തിയാക്കിക്കോ. അതെ.
പാമ്പ് ഞാനുമായിട്ട് അത്ര പോരാ, അതുകൊണ്ടാണ് അവിടെ മുട്ടയൊക്കെ കൊണ്ടേ. ഈ മാങ്ങാത്ത എടേ നിന്നോട് എന്ത് പറയാനാണ്? ആ ഇല്ല അത് ഇതാ ഞാനൊന്ന് പേടിച്ചേട്ടു. പേടിപ്പിക്കും. ഇറങ്ങി പോവാണോ നീ? എന്താ? ആ അവിടെ ഉണ്ട് പാമ്പുണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. എന്താന്ന് വെച്ചാ ചെയ്യും. ഇവൻ എന്ത് പേരാ കാണിച്ചാൽ അതിനെ ഓടിച്ച് ഇങ്ങോട്ട് കേട്ടേണ്ട വല്ല കാര്യമുണ്ടോ? എന്ത് ചെയ്യുന്ന നോക്കി നിൽക്കുകയാണോ? പണിക്കാരനെ കിട്ടില്ല, പിന്നെ എന്താ ചെയ്യണം? നമ്മുടെ വീട് വൃത്തിയാക്കേണ്ടത് ആരാ? എനിക്ക് പാമ്പിനെ ഭയങ്കര പേടിയാണ്. ആ പേടിയാണെങ്കിൽ വൃത്തിയാക്കണ്ട. പാമ്പ് പേടി 2 കിട്ടി കഴിയുമ്പോഴേ ശരിയായിക്കോളും. തമാശ കളിക്കല്ലേ തങ്കം? തമാശയല്ല, ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയാണ്. ക്ലീറ്റോ എഴുതുന്ന ആ വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കിക്കോ. എന്റെ പണി ഒതുങ്ങുമ്പോ ഞാനും വന്ന് ചെയ്തു തരാം. നീ വരുമോ? പണിയൊക്കെ കഴിഞ്ഞിട്ട് ചെയ്തു തരാം. തുടങ്ങിക്കോ. ഒരു കാര്യം ചെയ്യും. നമുക്ക് ആദ്യം ഇച്ചിരി വെളുത്തുള്ളി ഉണ്ടെങ്കിൽ ചതച്ച് അവിടെ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ പാമ്പ് പോകുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ വെളുത്തുള്ളിയൊക്കെ പുറകെ വരും. ക്ലീറ്റോ അങ്ങ് തുടങ്ങിക്കോ. അല്ല അതെ അല്ല അതെ. നീ ആ മൺവെട്ടി എടുത്ത് വെക്ക്. പാവങ്ങൾ ചെയ്യാൻ പറ്റുന്ന പണിയില്ലത്. തോന്നിയതായിരിക്കും.